നമസ്കാരം. കേരള ഗൈഡിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നായി കൊല്ലങ്കോട് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കൊല്ലങ്കോടിനൊപ്പം പാലക്കാടും പ്രസിദ്ധി ഏറുകയാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച അനവധി ഗ്രാമങ്ങളുണ്ട് പാലക്കാട്. അതിലൊന്നാണ് ചിറ്റൂര്. ചിറ്റൂരടുത്ത് കണക്കൻപാറയിൽ 4-ാം മൈലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫാം സ്റ്റേ ആണ് നമ്മൾ ഇന്ന് കേരള ഗൈഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സൺ വാലി ഫാം സ്റ്റേ. സൺ വാലി ഫാം സ്റ്റേയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടറിയാം. സൺ വാലി ഫാം സ്റ്റേയുടെ ഉടമസ്ഥരായിട്ടുള്ള വിജയലക്ഷ്മി അമ്മയും മകളും കൊച്ചുമകളും നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. ലൈവ് TV കേരളയുടെ കേരള ഗൈഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സൺ വാലി ഫാം സ്റ്റേയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. ഇനി ആദ്യമായിട്ട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൺ വാലി ഫാം സ്റ്റേ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? ഒരു 4 വർഷം മുൻപാണ്. കോവിഡിൻ്റെ സമയത്താണ്. ഞങ്ങൾ കുന്നൂരൊരു പ്രോപ്പർട്ടി ഉണ്ട്, സൺ വാലി ഹോം സ്റ്റേ എന്നുള്ളത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തുള്ളവർക്കും ഉപയോഗപ്രദമാവാം എന്നുള്ള ഒരു കോൺസെപ്റ്റായിരുന്നു ഞങ്ങൾക്ക് തുടങ്ങുന്ന സമയത്ത്. അതിന് കൂടുതൽ പ്രചോദനം കോവിഡ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പരിസരത്തുള്ളവർക്ക് പുറത്തെവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഈ ഞങ്ങളുടെ കൊച്ചു സ്ഥാപനത്തിൽ, കൊച്ചൊരു ഫാമായിരുന്നു, ആ ഫാമിൽ വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പല ആൾക്കാരും താല്പര്യപ്പെട്ടു. ആ ഒരു പ്രചോദനമാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ കൊള്ളാമെന്ന് തുടങ്ങിയതും അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു പരിസരവാസികൾക്കുള്ളൊരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിന്റെ പുറകിൽ ശരിക്കും ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ. അതുണ്ട്. ഞങ്ങള് കോവിഡ് ടൈമില് അതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങളിവിടെ ഫിഷ് ആൻഡ് ഗോട്ടിന്റെ ഫാം തുടങ്ങി. ഞങ്ങൾ ഈ തോട്ടവും ഈ വീടും 28 വർഷം മുമ്പ് മേടിച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ ഒരു 8 വർഷം താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സിംഗപ്പൂർ പോയി, അവിടെ സെറ്റിലായി. അവിടുത്തെ പച്ചപ്പും അവിടെ അവർ ഗവൺമെൻറ് ഈ നേച്ചറിനും ആ ഗ്രീൻനെസ്സിനും കൊടുക്കുന്ന പ്രയോറിറ്റീസൊക്കെ കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ ഈ കോവിഡ് ടൈമിൽ വന്നു, നാട്ടിലെ ആൾക്കാരെയൊക്കെ കാണുന്നു, ചെയ്യുന്നു. അപ്പം ഇവിടെ ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, നമ്മുടെ കയ്യിലുള്ള ഈ നേച്ചർ തന്നിട്ടുള്ള ഇത്രയും ഗിഫ്റ്റഡ് ലാൻഡും കാര്യങ്ങളും ശരിക്കും യൂസ് ചെയ്യാൻ അറിയാതെ ആയിട്ട് പോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. സോ വി തോട്ട് ഓക്കെ, ദിസ് എ ഗുഡ് കൺസെപ്റ്റ്. ഞങ്ങളിവിടെ പിന്നെ ഈ ഗ്രീൻ ആൻഡ് ഫാമേഴ്സിനും എല്ലാം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലേക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്തു കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് തോന്നി. ആൻഡ് അപ്പോൾ ഈ മീനും ആടും ഫാമായിട്ട് തുടങ്ങി. അത് കാണാൻ അടുത്തുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. ആൻഡ് ഞങ്ങൾക്ക് കുന്നൂരുള്ള പ്രോപ്പർട്ടിയുടെ ഗസ്റ്റ് ബേസ് ഉള്ളതുകൊണ്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനും ഇവിടെ ഫാമിലത്തെ പ്രോഡക്ട്സിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഫാം കാണണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. സോ അവിടെ നിന്നുള്ള ഗസ്റ്റ് റെഫറലായിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത് ഗസ്റ്റ് വരാൻ തുടങ്ങിയപ്പോഴാണ് വി വർ തിങ്കിങ് ഓക്കെ, ദിസ് ഈസ് ഗുഡ് വൺ. ഇഫ് വി സ്റ്റാർട്ട് ദിസ് നിറയെ നമുക്ക് ബിസിനസ്സായിട്ടും എടുക്കാം, അതേ തന്നെ ഒരു സൊസൈറ്റിക്കുള്ള ഒരു റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടും നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നിയത്. ഇനിയിപ്പോൾ നമ്മൾ ഫാം സ്റ്റേ എന്നാണല്ലോ പറയുന്നത്. നമുക്ക് ഫാമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ഉള്ളത്? മോസ്റ്റ്ലി മാങ്ങ, തേങ്ങ, ചക്ക,
പിന്നെ വെജിറ്റബിൾസ്, നാരകം, അങ്ങനെയുള്ള നമ്മുടെ പപ്പായ, നാരകം, കൊയ്യ, അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. പിന്നെ അതിന് പുറമെ നമ്മൾക്ക് ഡെയിലി യൂസിനുള്ള പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്. നെല്ലിക്ക കൂടുതൽ ഉണ്ട്. അതിനുള്ള നമ്മൾ എന്തൊക്കെയാണ് അച്ചാറുകളായിട്ടും അങ്ങനെയായിട്ട് നമ്മൾ പുറമേ ഇങ്ങനെ കൊടുക്കാറില്ല. പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാറില്ല. ഓർഗാനിക്കാണ്, ഫുൾ ആൻഡ് ഫുൾ ഓർഗാനിക്കാണ്. അത് നമ്മൾ തന്നെ ഇത് ചെയ്ത് അച്ചാറായിട്ടും പൊടിച്ചിട്ടും അങ്ങനെയായിട്ട് നമ്മുടെ വരുന്ന ഗസ്റ്റുകൾക്കും നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർക്കും വിൽക്കുന്നുണ്ട്. നമ്മുടെ പരിചയക്കാർക്ക് വിൽക്കുന്നുണ്ട്. നമ്മൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. മരുന്നടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ കൊടുക്കാറുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ വെജിറ്റബിൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മിച്ചമുള്ളത് നമ്മൾ ഹോം സ്റ്റേയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഗസ്റ്റുകൾ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. ആ ഒരു വിശ്വാസത നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതിൽ അതേപോലെ ചെയ്തു വരുന്നുണ്ട് ഓർഗാനിക്കായിട്ട്. ഇത്രത്തോളം കുറച്ച് കഷ്ടമാണെങ്കിൽ കൂടെ. ആടുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്, മീനുണ്ട്. മീനാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ. മീൻ വാങ്ങിക്കാൻ വരുന്നവരുണ്ട്, ഫിഷ് ഫുഡ് കഴിക്കാൻ വരുന്നവരുണ്ട്. ഇവിടെ അതിന് മാത്രമായിട്ട് വരുന്നുണ്ട്. ഫിഷ് കറി മീൽസ് എന്നാണ് നമ്മുടെ മെയിനായിട്ട്. കപ്പ, ഫിഷ് കറി അല്ലെങ്കിൽ ഫിഷ് അവർക്ക് വരുന്നവർക്ക് തന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാം, അവർക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം, അവരുടെ സ്റ്റൈലിൽ അവർക്ക് കഴിക്കാം. അതാണ് മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ. ഫിഷ് കറി മീൽസ് ആണ് മെയിൻ അട്രാക്ഷൻ. പിന്നെ പഠിച്ച മീൻ കൊണ്ടും പോവാം അവർക്ക്. എന്തെല്ലാം ഫിഷാണ് ഉള്ളത്? തിലോപ്പിയ ഉണ്ട്, ബ്രാലുണ്ട്. 2 തരം മീനാണുള്ളത്. കോഴി, താറാവ്, ഗിനി പിഗ് ഉണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ മൊയില്. ഇതെല്ലാം നമുക്ക് പിന്നെ കുട്ടികൾക്ക് വന്നിട്ട് അതിൻ്റെ കൂടെ കളിക്കാനും ചെയ്യാനുമായിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റിയുള്ള പ്രാവുകളും അങ്ങനെയുള്ള എല്ലാം ഉണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ ഓപ്പണായിട്ട് നല്ലോണം വിട്ടും ചെയ്തിട്ട് തന്നെ വളർത്തുന്നതാണ്. ആൻഡ് അതിനും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എല്ലാ ടൈപ്പിലും ഏതും നമ്മൾ കൂടുതൽ പിന്നെ ഈ ഓർഗാനിക് ആയിട്ടുള്ള ടൈപ്പിൽ തന്നെ എല്ലാം നിലനിർത്തിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈവൻ ഈ തോട്ടത്തിനകത്ത് നമ്മളെ മാവിന് പോലും സാധാരണഗതിയിൽ ഒരു തോട്ടം എന്ന് പറഞ്ഞ മാവ് തോട്ടത്തിൽ മരുന്നടിക്കാതെ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങ കിട്ടുന്ന മാങ്ങ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുഴുക്കേട് വരുന്ന മാങ്ങയും ഒക്കെ ഉണ്ടാവും അതിനകത്ത്. ബട്ട് ഉള്ളത് നല്ല ടേസ്റ്റിയാണ്. സോ അതുകൊണ്ട് ഇത് വെളിയിൽ മാർക്കറ്റിൽ നമ്മൾ സെയിൽ ചെയ്യില്ല. നോ സെല്ലിംഗ് ത്രൂ ദ ഷോപ്സ് ഓർ എനിത്തിങ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സെല്ലിംഗ് മാത്രമേ ഉള്ളൂ. നമ്മുടെ അവിടെ വന്ന് സാധനം കണ്ടിട്ട് നോക്കിയിട്ട് എടുത്തിട്ട് പോകുന്ന വിധത്തിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. കൃഷി ചെയ്യണം എന്ന് എല്ലാവരും പറഞ്ഞു, കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് കർഷകന് മാത്രമേ അറിയുള്ളൂ. അപ്പം ഇവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ലേബർ പ്രോബ്ലം ഉണ്ട്. സ്കിൽഡായ ലേബേഴ്സിന് കിട്ടാൻ ഇന്നത്തെ കാലത്ത് ഭയങ്കര കഷ്ടമാണ്. നമ്മളൊപ്പം ഉണ്ടാവണം. എന്നിട്ട് ഈ കൃഷി എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. അത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോസാണ്. അപ്പോൾ ആ പക്ക നമ്മൾ ടൈമിംഗ് കീപ്പ് ചെയ്യണം. ഇപ്പം എന്ത് ചെയ്യുകയാണെങ്കിലും വിത്ത് ഇറക്കുന്നത് തൊട്ട് വെള്ളം നനയ്ക്കുന്നത് തൊട്ട് വിളവെടുക്കുന്നത് തൊട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് പറിക്കേണ്ട വെണ്ടയ്ക്ക ഇന്ന് പറിച്ചില്ലെങ്കിലും നാളെ ആകുമ്പോൾ അതൊന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ആ ഒരു പക്ക ടൈമിംഗ് ആണ് കൃഷിയിൽ ഇമ്പോർട്ടൻസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് കൃഷിയാണെങ്കിലും, മാങ്ങയാണെച്ചാലും തേങ്ങയാണെച്ചാലും നെല്ലിക്കയാണെച്ചാലും ഇന്ന് പറിക്കേണ്ട ഇന്ന് പറിച്ചിരിക്കണം. അതാണ് മെയിൻ. അവിടെയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സ്റ്റാഫുകൾക്കാണെങ്കിലും പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ. ഇനിയും അവരത് ഫോളോ അപ്പ്. ഇപ്പോൾ നമ്മുടെ ഒരു അഭാവത്തിലാണെങ്കിലും നമ്മുടെ അവിടെ അല്ലെങ്കിലും പുറത്തൊരു ഫാമിലോ അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും അവരിതെല്ലാം മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമയാസമയങ്ങളിലുള്ള കീടനാശിനിയുടെ ഉപയോഗം, കീടനാശിനി ഞങ്ങൾ ഉപയോഗിക്കാറില്ല. നമ്മൾ ജൈവ ഇപ്പോൾ കണ്ടു കാണും, അവിടെ കാടിയെല്ലാം പൊളിപ്പിച്ച് വേപ്പ് മണ്ണാക്കും അതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കലും ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ആട്ടിൻ ചാണകം, പശുവിൻ്റെ ചാണകം, അവരുടെ മൂത്രം, ഇതൊക്കെ കൂടിയായിട്ട് കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഓല, പട്ട അതെല്ലാം പൊടിച്ച് ഇതെല്ലാം കമ്പോസ്റ്റാക്കിയിട്ട് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ ഒരു യൂറിയ വളം അങ്ങനെയൊന്നുമില്ല, കീടനാശിനികളൊന്നും ഇതിനകത്തില്ല, ഒന്നുമില്ല. ഈ ചെയ്യുന്നത് ഈ കാടി വെള്ളം പുളിപ്പിച്ചിട്ട് അതാണ് ഈ ഇലയിൽ വരുന്ന പുഴുക്കേടിന് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ചോദിക്കാൻ പോയായിരുന്നു, അമ്മയ്ക്ക് നേരത്തെ മുതലേ ഈ കൃഷി ചെയ്തു വന്ന ഒരാളാണ്. അമ്മ ഷീസ് ഫ്രം അഗ്രികൾച്ചർ ഫാമിലി. സോ പക്ഷെ അച്ഛൻ പിന്നെ ടൗണിലുള്ള ആളായതുകൊണ്ട് അതിൽ നിന്ന് വിട്ട് നിൽക്കുമായിരുന്നു. ആൻഡ് അത് പറഞ്ഞു കോവിഡ് ഒരു പിന്നെ ഞങ്ങൾക്കൊരു വരമായിട്ട് മാറിയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ബാക്ക് ടു നേച്ചർ ഞങ്ങളെ കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ കോവിഡ്. സോ അതിന് ശേഷമാണ് അമ്മ ഇങ്ങനെ ഇറങ്ങി ഇതിൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്.
ഷീസ് ഇൻട്രസ്റ്റഡ്. അതിനെപ്പറ്റി നല്ല നോളേജും ഉണ്ട് അമ്മയ്ക്ക്. ഇറ്റ്സ് ലൈക്ക് പഴയ കാലത്തുള്ള അറിവുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ തവള കത്തിയ മഴ വരുന്നതും ആ ഓരോന്ന് ലിങ്ക് ചെയ്തിട്ട് അവർ ആലോചിച്ചിട്ടാണ് പണ്ടത്തെ ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് നോളേജ് ഷീ ഹാവ്. സോ ഞങ്ങൾ എപ്പോഴും അത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അമ്മയുടെ അടുത്ത്, യു ഷുഡ് റൈറ്റ് ഇൻ എ ബുക്ക്, അതായിട്ട് ചെയ്യണം. സോ ദാറ്റ് നെക്സ്റ്റ് ജനറേഷൻ, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇനി ഏത് കാലത്ത് മഴ വരേണ്ടത്, എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാന്നൊക്കെ. ബട്ട് അമ്മ വിൽ പ്രെഡിക്റ്റ്, ക്ലിയർ ആയിട്ട് പറയും എപ്പോ എന്ത് വന്നിട്ടുണ്ട് മഴ വരുന്ന. ഇതില് ഞാൻ പറയാം, ഇപ്പോൾ കോ ഇൻസിഡൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വരദാനം എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ആ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. പലരും ഉണ്ടാവാം, പല സ്ഥലത്തും പലരും ഉണ്ടാവാം, ടാലന്റ് ഉണ്ടാവും, പക്ഷെ അവർക്ക് സാഹചര്യം ഒത്തുവരായ്മ ഉണ്ടാവാം. ആ സാഹചര്യം ഒത്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ വളരാൻ സാധിക്കും. ഞാൻ നമ്മുടെ എനിക്ക് അവിടെ ഇവിടെയും കൂടെ 100 സ്റ്റാഫ് ഉണ്ട് ഞങ്ങൾക്ക്. ഈ 100 പേരോടും ഞാൻ പറയുന്നൊരു വാക്കാണത്, നിങ്ങൾക്ക് പലർക്കും പല ടാലൻ്റ് ഉണ്ട്. അത് ഏതിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരാളുടെ ഒരു ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വളർന്നു വരാൻ പറ്റും. ഏത് ഫീൽഡാണെങ്കിലും നിങ്ങൾക്കാണാവാം, മറ്റുള്ളവർക്കാവാം, ഏത് ഫീൽഡിലാണെങ്കിലും. അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടി. ഇപ്പോൾ മരുമകനും ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, പക്ഷേ അവർക്ക് ഇവിടെ നിന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം എന്നിലൂടെ ഫുൾഫിൽ ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്കും അതൊരു വരദാനമായിരിക്കാം, എനിക്കും ആയിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഭൂമിയിലുള്ള എല്ലാവർക്കും പറയുന്നത്, അവർക്കൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിന് ശരിയായ വളക്കൂറ് കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം പരിപോഷിച്ച് കൊണ്ടുവരാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മുടെ ഫാമിനെ കുറിച്ച്, നമ്മുടെ കൃഷിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണല്ലോ സ്റ്റേ ചെയ്യും? ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഇപ്പോഴത്തെ ലെവലിൽ വി ഹാവ് 2 houses. വൺ വിത്ത് 4 bedrooms, ഹാൾ, ഒരു പാൻട്രി ഏരിയ ഉള്ളതായിട്ടോ. ഇതേപോലെ തന്നെയാണ് അടുത്ത ഒരു ബിൽഡിങ്ങും കൂടെ ഉള്ളത്. ഇറ്റ്സ് ലൈക്ക് 4 rooms ഉണ്ട്. സോ ഇത് വന്നിട്ട് ഞങ്ങൾ മേലെ ഫ്ലോറിലും താഴത്തെ ഫ്ലോറിലും സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്, പ്രൈവസി കിട്ടുന്ന വിധത്തിലായിട്ട്. അതല്ല, ഒരു ഗ്രൂപ്പ് തന്നെ വരുവാണെങ്കിലും വി ക്യാൻ അക്കോമഡേറ്റ്. ആൻഡ് ഒരു 20 പേരെ വരെ നമുക്ക് ഒരു ബിൽഡിങ്ങിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ പറ്റുന്നുണ്ട്. ഇതുപോലത്തെ 2 ബിൽഡിങ്സ് ഉണ്ട്. ആൻഡ് നമുക്കിവിടെ ഒരു നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ് എല്ലാം ചെയ്യുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ് റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് മാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അതിന് നല്ല ഷെഫുമാർ, ഒരാൾ നോർത്ത് ഇന്ത്യൻ, ഒരാൾ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഷെഫുണ്ട്. ആൻഡ് മോക്ടെയിലിൻ്റെ ഒക്കെ നന്നായിട്ട് നമുക്കിവിടെ ചെയ്യുന്നുണ്ട്. അതിനും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ബോയ് ഉണ്ട്. ആൻഡ് സർവീസിനാണെങ്കിലും അതിന് തകുന്ന മാതിരിയുള്ള ബോയ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ആൻഡ് മസാജിൻ്റെ നമ്മൾ സ്പാ ചെയ്യുന്നുണ്ട്, ആയുർവേദിക് മസാജായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഒരു പാർട്ടി, ധാര ചെയ്യാനുള്ളത്, സ്റ്റീമറിനുള്ളത് എല്ലാമുള്ള ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു മസാജ് സെന്റർ നമ്മളിവിടെ ചെയ്യുന്നു. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ഫോർ ദ ഫാം സ്റ്റേ സൈഡ്. ബട്ട് ഫ്യൂ റൂംസ് ഓൾസോ, നമ്മൾ പൂൾ വില്ലാസ് ഓൾസോ ഉണ്ട്. നല്ലൊരു സ്വിമ്മിംഗ് പൂള് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗാദറിംഗ് ആയിട്ട് എന്ന് വെച്ചാൽ ഫാമിലീസിന്റെ ഗാദറിംഗ് ആയിക്കോട്ടെ, കൊളീഗ്സിന്റെ ഗാദറിംഗ് ഓർ റീയൂണിയൻസ് ആയിട്ട് അങ്ങനെ നടത്താനുള്ള രീതിയിലുള്ള ഹാളും 2 നമുക്കിവിടെ ഉണ്ട്. സോ 2 ടൈപ്പ്. ആൻഡ് പൂൾ വില്ല സൈഡിലും പൂൾ സൈഡ് പാർട്ടീസ് നടത്താനുള്ള ആംബിയൻസും നമുക്ക് അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആൻഡ് മീൻ വളർത്തുന്ന കുളത്തിനോട് ചേർന്നിട്ട് കുളത്തിൻ്റെ അടുത്തായിട്ട് അങ്ങനെ ഇരുന്ന് പാർട്ടി ചെയ്യണം എന്നുള്ളവർക്കും ഒരു ഷാപ്പ് കൺസെപ്റ്റിലായിട്ടുള്ള അതും ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് തോട്ടത്തിനകത്തിരുന്നിട്ടുള്ള ആ ഒരു വ്യൂ എൻജോയ് ചെയ്തിട്ട് പാർട്ടി നടത്താനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റെന്തെല്ലാം ആക്ടിവിറ്റീസ് ആണുള്ളത് ഇവിടെ? ഓക്കെ, ഈ ഡേ വിസിറ്റ് വരുന്ന ആൾക്കാർക്കാണെങ്കിലും രാവിലെ വന്നു കഴിഞ്ഞിട്ട് അവർക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സൈക്ലിംഗ് ചെയ്യാം, ക്രിക്കറ്റ്, ബാസ്കറ്റ് ബോള്, ഷട്ടിൽ കളിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു കലകളായിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന വടംവലിയും മുറിയടിയും അതിവിടെ വരുന്ന നമ്മുടെ ഗസ്റ്റ് ഒരുപാട് പേര് അത് എൻജോയ് ചെയ്തിട്ടുള്ളത്, ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുന്നത്. സോ അതിവിടെ നമ്മൾ നിറയെ ചെയ്തു കൊടുക്കുന്നുണ്ട്, വടംവലിയും മുറിയടിയും. പിന്നെ ഗെയിംസുകളായിട്ട് ഇൻഡോർ ഗെയിംസുകൾ കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റിക്കുള്ള സ്പേസ് നമുക്ക് നിറയെ ഉള്ളതുകൊണ്ട് ഏത് ടൈപ്പ് ആൾക്കാർക്ക് എന്ത് വേണം എന്നുള്ളത്, ഇഫ് ദേ ഹാവ് എനി പ്രിഫറൻസ് ഓൾസോ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ അടുത്തായിട്ടുള്ള നിയർ ബൈ അട്രാക്ഷൻസ് എന്തൊക്കെയാണ്? ഇത് ചിറ്റൂര് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാർ അധികം പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ്. പാലക്കാട്ടുകാർക്ക് തന്നെ ചിറ്റൂർ എന്താ ഉള്ളതെന്ന് ചോദിക്കും കാണാനായിട്ട്. ഞങ്ങൾക്കും ആദ്യം ഞങ്ങളിവിടെ താമസിക്കുന്ന കാലത്ത് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടെ ചുറ്റുപാട് ഇത്രയും കാണാനുണ്ട് എന്നുള്ളതായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വെദർ ഈസ് ഗുഡ് ആൻഡ് പീപ്പിൾ ആർ എക്സ്ട്രീംലി ഗുഡ്. ചിറ്റൂരിൽ കൃഷിക്കാർ എന്ന് വെച്ചാൽ ഇത്ര ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ.
വളരെ നല്ല ആൾക്കാരാണ് ബിഹേവിയർ വൈസ്. അപ്പം അതുകൊണ്ട് സേഫ് ആണ് നിങ്ങൾ വെളിയിൽ എവിടെയും ട്രാവൽ ചെയ്യുന്നതിനായിട്ട്. കാണാൻ പോവാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊല്ലങ്കോട് അടുത്താണ്. അതുപോലെ തന്നെയാണ് ചിറ്റൂരിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. സോ മേ ബി ചിറ്റൂരിന്റെ സമയം തെളിയുന്നേ ഉണ്ടാവുള്ളൂ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ദെയർ ലോട്ട്സ് ദെയർ ടു എക്സ്പ്ലോർ. ഇവിടെ നമുക്ക് കുന്നമ്പടാരി മലയുണ്ട്. സോ അവിടെ ഒരു അമ്പലം താഴെയുണ്ട്, മേലെ ഒരു കുന്നാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും കയറാൻ പറ്റുന്ന വിധത്തിലുള്ള കുന്നാണ്, നോട്ട് ലൈക്ക് എ ട്രക്കിങ്ങിനും. സോ രാവിലെ പോവും നമ്മളൊരു സൺറൈസ് ഓർ സൺസെറ്റ് കാണാനായിട്ട് പോവാണെങ്കിൽ ഇറ്റ് വുഡ് ബി നല്ല രസമായിരിക്കും അതിന് കാണാൻ. ക്ലൗഡ്സ് പോലും താഴെ ആയിരിക്കും. ആൻഡ് ഇവിടെ മുഴുവൻ ഈ തെങ്ങും തോട്ടങ്ങളുള്ള സ്ഥലമല്ലേ. സോ ഇറ്റ്സ് ലൈക്ക് മേലെ നിന്ന് ഈ തെങ്ങും തോട്ടത്തിന്റെ വ്യൂ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇതാണ്. പിന്നെ കമ്പാലത്തറ ഏരി, അതും ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾക്ക് നിറയെ കസ്റ്റമേഴ്സ് ഇഷയിലേക്കൊക്കെ പോകുന്നവരുണ്ട്, കോയമ്പത്തൂർ എക്സ്പ്ലോർ ചെയ്യണവർ. ബട്ട് ദേ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ ഇൻ കോയമ്പത്തൂർ, സിറ്റിയുടെ ലൈഫിൽ താമസിക്കേണ്ടതെന്നുണ്ട്. അപ്പൊ ഇവിടെ വന്ന് താമസിച്ചിട്ട് അവിടെ സ്റ്റേ കിട്ടാനും പാടാന്ന് തോന്നുന്നു ഉണ്ടെങ്കിലും ദേ ഡോണ്ട് വാണ്ട് ആ സിറ്റിയുടെ ആ ഒരു ലൈഫ് വേണ്ട, അവർക്ക് കം ആൻഡ് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റണം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. സോ ദേ പ്രിഫർ കം ആൻഡ് സ്റ്റേ ഹിയർ. ആൻഡ് ഇവിടെ നിന്ന് ഇസ്കോണിലേക്ക് പോകാനും കോയമ്പത്തൂരിൽ ഇസ്കോണിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ കർണാടകയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന കസ്റ്റമേഴ്സ്. സോ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യും. അവർ എന്നിട്ട് അങ്ങോട്ട് ഇവിടെ നിന്ന് പോകണമെങ്കിൽ ജസ്റ്റ് 45 മിനിറ്റ്സ് കൊണ്ട് അങ്ങോട്ട് എത്തുന്നതാണ്. സോ ഒരു ഹബ്ബായിട്ട് നിറയെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് 1 or 2 days സ്റ്റേ ആയിട്ട് വന്നിരിക്കുന്നവരുണ്ട്, മസാജ് ആയിട്ട് വന്നിരുന്ന് ചെയ്യുന്ന വിധത്തിലുണ്ട്. സോ ഇതിനകത്ത് തന്നെ ദേ ക്യാൻ സ്പെൻഡ് 1 or 2 days ഇതിനകത്ത് നമ്മുടെ ഫാമിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്യും. അതല്ലാതെ ആണെങ്കിൽ വെളിയിൽ ഇതുപോലെ രാവിലെ പോയിട്ട് വന്നിട്ട് ബാക്കി മസാജ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കാം. ഈവനിങ് അതുപോലെ തിരിച്ചു പോയിട്ട് വരാം. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും ഇപ്പോൾ രാമശ്ശേരി പോയിട്ട് വരുന്നത് ചെയ്യുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ഫുഡാണെങ്കിലും അങ്ങനെ കഴിച്ചിട്ടിരിക്കുന്ന ടൈപ്പിലാണ് ആൾക്കാർ വരുന്നത്. എങ്ങനെയാണ് ഇവിടെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്? ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി വി ആർ ട്രൈങ് ടു അവോയ്ഡ് പ്ലാസ്റ്റിക്സ്. ബിക്കോസ് എസ്പെഷ്യലി ഇൻ സിംഗപ്പൂർ ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ തന്നെ നമ്മളെല്ലാവരും ബാഗ് തൂക്കിയിട്ട് തന്നെ മാർക്കറ്റിൽ പോകണം. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലും അതായിരുന്നു. അത് കണ്ടിട്ടുണ്ട്. ആൻഡ് ഞങ്ങളിപ്പോൾ ജപ്പാൻ കറങ്ങിയിട്ട് വന്നു. അവിടെ അവർ എഴുതി വെച്ചിട്ടുള്ള ടേക്ക് ബാക്ക് യുവർ ഗാർബേജ് ടു യുവർ ഹോം. They are not keeping any garbage box outside. Okay, so അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയേണ്ട നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെയ്യാനുണ്ട്. അതിനകത്ത് ഇപ്പോഴും നമ്മൾ ഒരു സാധനം ഒരു ചിപ്സ് മേടിച്ചിട്ട് വന്ന പാക്കറ്റ് ഉണ്ട്. ഒബ്വിയസ്ലി വി കാനോട്ട് അവോയ്ഡ് ദാറ്റ്. ബട്ട് നമ്മളുടെ അവിടെ കിട്ടുന്ന ഇതുപോലത്തെ പ്ലാസ്റ്റിക്സും കാര്യങ്ങളും ഇവിടെ പഞ്ചായത്തിൽ നിന്ന് അവർ വന്നിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. സോ പ്ലാസ്റ്റിക്സിന്റെയും അങ്ങനെയുള്ള റീസൈക്കബിൾ ഐറ്റംസ് എല്ലാം അതിൽ കൂടെ പോകുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. യെസ്, ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ഫാം സ്റ്റേ റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫ് തന്നെയായിരിക്കും. ഡെഫിനറ്റ്ലി. അപ്പോൾ സ്റ്റാഫിനെ പറ്റി നമുക്ക് പറയാം. ഇതെല്ലാത്തിന്റെയും ഈ കൺസെപ്റ്റും ഐഡിയാസും ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ തിങ്ക് ചെയ്യിപ്പിക്കുന്നത് ഹീസ് വൺ. സോ ഇറ്റ്സ് ലൈക്ക് വൈ ഹി സ്റ്റാർട്ടഡ് സൺവാലി. ഇറ്റ്സ് ലൈക്ക് ഞങ്ങൾ കുന്നൂര് സൺവാലി തുടങ്ങിയത് തന്നെ അവിടെ നിന്ന് തുടങ്ങുമ്പോഴേ ഹിസ് ഐഡിയ വാസ് ടു ഗിവ് സംതിങ് ബാക്ക് ടു സൊസൈറ്റി. സോ ഇത്രയും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കുക, അത്രയും ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കുക, അവർക്ക് ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല വെളിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്.
സോ ഹൗ ദ വേൾഡ് ചേഞ്ച്ഡ് ആൻഡ് നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണേ. സോ മക്കളുടെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ തിങ്ക് ചെയ്താലേ എൻ്റെ മകൾ അതുപോലെ അതിനനുസരിച്ചിട്ട് വരുള്ളൂ. സോ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീട്ടിലുള്ള ലേഡീസിൽ ചേഞ്ചസ് കൊണ്ടുവരണം. സോ അതാണ് ഞങ്ങൾ അവിടെയും ഞങ്ങൾ കുന്നൂർ പ്രോപ്പർട്ടിയിലായാലും അവിടെ ലേഡീസിനെ എംപവർ ചെയ്യണ വിധത്തിലാണ് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത്. സോ ദേ ഓൾ ലൈക്ക് ഒരു ഇവിടെയാണെങ്കിലും അവിടെ ആണെങ്കിലും കൂടുതൽ ലേഡീസ് ആരും ഈ വെളിയിൽ ജോലി ചെയ്ത് പരിചയമുള്ളവരല്ല ഞങ്ങളുടെ കൂടെ ഉള്ളതൊക്കെ. എല്ലാവരും ഞങ്ങളുടെ അവിടെ വന്ന് പണി പഠിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. സോ അവർക്ക് പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മക്കളുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഈ പഠിത്തത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ഇവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക. ഈ കൺസെപ്റ്റിൽ തുടങ്ങിയത് കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫാണ് ഞങ്ങളുടെ കൂടെ വന്ന് ചേർന്നിട്ടുള്ളതെല്ലാം. ഇവിടെ ഞങ്ങൾ തുടങ്ങിയപ്പോഴും ഫാം മാത്രം ഉണ്ടാവുമ്പോഴും വന്ന് ചേർന്നിട്ടുള്ള കുറേ പേരുണ്ട്. ഫാം സ്റ്റേ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ചേർന്ന് വന്ന കുറേ പേരുണ്ട്. ഒരിക്കലും ഞങ്ങളിതുപോലെ ജോലിക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ബയോഡാറ്റ എടുത്തിട്ടല്ല ഇൻ്റർവ്യൂ ചെയ്യാം. We'll give them a chance and they can come and try. If they like നമ്മുടെ ഈ രീതികളും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ they can continue. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കും അറിയാൻ പറ്റും അവരെ പറ്റുമോ ഇല്ലയോ എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുക. സോ നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഇന്റലക്ച്വൽ ലെവൽ നോക്കിയിട്ടല്ല നമ്മൾ എടുക്കുന്നത്, അവരുടെ ഹാർട്ട്, അവരുടെ ആ ഒരു നന്മയും ഉള്ളിലുള്ളത് അനുസരിച്ചിട്ടാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാവരും. ദേ ആർ ഓൾ ഗുഡ് ബൈ ഹാർട്ട് ആൻഡ് ഹാർഡ് വർക്കിംഗ്. It's like അവർക്ക് സംടൈംസ് വി ഫീൽ അവര് സൺവാലിനെ അവരുടെ കുടുംബത്തിനേക്കാളും വലുതായിട്ട് കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് അവർ കൊടുക്കും. നിങ്ങൾ രാത്രിയാണ് ലേറ്റായി ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാരുണ്ടാവും. അതല്ലാതെ വീട്ടിൽ പോയവരുടെ അടുത്താണെങ്കിൽ ഇവിടെ എന്തെങ്കിലും പശു എന്തെങ്കിലും അഴിഞ്ഞു ചെയ്തു പിടിക്കണം അവരെത്തും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം. ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾക്ക് കൂടെ വന്നിട്ടുള്ളവരെല്ലാം അതുപോലെയുള്ള ആൾക്കാരാണ്. നമ്മൾ രാവിലെ വരുമ്പോൾ എല്ലാവരും വളരെ പ്ലസന്റ് ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അവർ നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് വിഷ് ചെയ്ത് തന്നെയാണ് ഈച്ച് ആൻഡ് എവ്രി വൺ. നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നവരാണ്, അവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ്, എല്ലാവരും നമ്മൾ വിഷ് ചെയ്തു അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതല്ല. ഇപ്പം മാനേജർ ആയാലും പിന്നെ ക്ലീനിങ് ചെയ്യുന്നവരായാലും വാട്ട് എവർ എവ്രി വൺ ഈസ് സീ. സോ ഈച്ച് വൺ ഹാവ് ടു റെസ്പെക്ട് ദ അതർ പേഴ്സൺ. അപ്പൊ ആ ഒരു അവരുടെ ഇടയിൽ ഒരു ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ബ്രദേഴ്സ് അവരുടെ ഇഷ്ടം അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഇഷ്ടത്തോടെ എല്ലാവരും ഇരിക്കുന്നത്. ഇനി ഫ്യൂച്ചർ പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത്? ഡെഫിനറ്റ്ലി വി ഹാവ് എ ലിസ്റ്റ് ഓഫ് ബിഗ് ലിസ്റ്റ് ഓഫ് പ്ലാൻസ്. ബിക്കോസ് ഞങ്ങൾക്ക് ഇവിടെ നല്ല പോസിറ്റീവ് ഇത് കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ ലെവലിൽ. സോ ഇതിന്റെ ബേസ് വെച്ചിട്ട് ലൈക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് ഫുഡിൽ കൂടെയാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ മായങ്ങളും കിട്ടുന്നത്. ദോഷവും അതിൽ തന്നെയാണ്, നല്ലതും അതിൽ തന്നെ കിട്ടുന്നത്. സോ വി വോണ്ട് ടു ഫോക്കസ് ഇൻ ടു ദാറ്റ് സെഗ്മെന്റ് ഫസ്റ്റ്. ലൈക്ക് നമുക്ക് വേണ്ട അടുക്കളയിലേക്ക് ആവശ്യമുള്ള മസാലക്കൂട്ടുകളും എല്ലാ ടൈപ്പ് പൊടികളും അരികളും എന്തായാലും ശരി, എണ്ണയും വെജിറ്റബിൾസും നമുക്ക് തന്നെ നമ്മുടെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ ചിക്കൻ ആണെങ്കിൽ നാടൻ ചിക്കൻ നമ്മുടെ അടുത്തുണ്ട്. അതല്ലാതെ എടുക്കുകയാണെങ്കിൽ നമ്മൾ സുഗുണ ചിക്കനാണ് മേടിക്കാറില്ല. വേറെ ഒരു ചിക്കനും ഞങ്ങളിവിടെ യൂസ് ചെയ്യാറില്ല. ആൻഡ് ഇപ്പോൾ മുളകും മല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇനി അത് ഫ്യൂച്ചറിൽ ഞങ്ങൾ ഈ വാങ്ങിക്കുന്നത് ക്ലിയർ ആയിട്ടും അറിയാവുന്ന കൃഷിക്കാരുടെ അടുത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ തന്നെ പൊടിച്ച് നമ്മുടെ യൂസിനും എടുക്കും. ആൻഡ് നമ്മുടെ സ്റ്റാഫിനെ യൂസ് ചെയ്യാനും ഇതേപോലെ സൺവാലി എന്നുള്ളൊരു ബ്രാൻഡിനെ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരിലേക്കും എത്തിക്കാനുള്ള ഐഡിയ ഉണ്ട്. ബട്ട് നോട്ട് ഡെഫിനറ്റ്ലി നോട്ട് ത്രൂ ഷോപ്സ് ആൻഡ് അതുവഴിയില്ല. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പിന്നെ ഫുഡുകൾ നമുക്കിപ്പോൾ കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാങ്ങ സീസണിൽ മാങ്ങ കിട്ടുന്നുണ്ട്. വി ഹാവ് ടു സ്റ്റോർ ഇറ്റ്. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ആക്കണം. ഇപ്പൊ അമ്മ അത് ചക്ക വരട്ടുന്ന കൂട്ടും മാങ്ങയും വരട്ടി എല്ലാം ആക്കിയിട്ട് എടുത്തു വയ്ക്കും. പിക്കിൾസ് ഇടാൻ പറ്റുന്ന പിക്കിൾസ് ഇടുന്നുണ്ട്. നമ്മൾ അതെല്ലാം എപ്പോഴും സെയിൽ ചെയ്യുന്നുണ്ട് എല്ലാം. അതിന്റെ കൂടെ കുറച്ചുകൂടെ അത് സ്റ്റോക്ക് ചെയ്യാനും ആൻഡ് ഫിനിഷ് പ്രോഡക്ട്സ് ആക്കിയിട്ട് സെയിൽ ചെയ്യാനും. ലൈക്ക് നമ്മുടെ തെങ്ങൻ തോട്ടത്തിൽ തേങ്ങ ആട്ടിയിട്ട് നമ്മൾ എണ്ണ ആക്കിയിട്ട് പാക്ക് ചെയ്ത് യെസ് എല്ലാം നമ്മൾ എന്ന് വെച്ചാൽ ഇത് ഫുഡിൽ വളരെ ശ്രദ്ധ നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ തോട്ടത്തിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഫിനിഷ് പ്രോഡക്ട്സ് ആക്കിയിട്ട് മാത്രം ആ ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കണം. നല്ല സാധനങ്ങളായിട്ട് എത്തിക്കണം.
അതിലേക്കുള്ളത് കുറച്ചുകൂടെ പ്ലാനുകളുണ്ട് നമുക്ക്. മഷ്റൂം എല്ലാം നമ്മൾ തന്നെ ഇവിടെ തന്നെ ചെയ്തു തുടങ്ങാനുള്ള പ്ലാനാണ്. പാലക്കാട് കാലാവസ്ഥയിൽ വരില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് വിട്ടുവെച്ചതാണ്. ബട്ട് അത് വരും എന്നുള്ളത് നമുക്കിപ്പോൾ അറിയുന്നുണ്ട്. ഈവൻ ഊട്ടിയിൽ മാത്രം വളരുന്ന വെജിറ്റബിൾസ് ഇവിടെ വളരുന്നുണ്ട്. സോ ഇതിനെല്ലാത്തിനെയും നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ആക്കിയിട്ട്, ചിപ്സുകളാക്കിയിട്ട്, ഉപ്പിലിട്ടതാക്കിയിട്ട്, അച്ചാറാക്കിയിട്ട്, അങ്ങനെ എങ്ങനെയൊക്കെ അതിന് സ്റ്റോർ ചെയ്യാനും സ്റ്റോക്ക് ചെയ്യാനും ആൾക്കാർക്ക് യൂസിൽ എത്തിക്കാനും പറ്റുമെന്നുള്ളത് നോക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ലൈവ് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു. സൺവാലിയിൽ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഇവിടെ കൊടുക്കാറുള്ളത്. ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നമ്മൾ ഇവിടുത്തെ ഫാം പ്രോഡക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഇവിടെ പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് ഇവിടെ വേറെ ഒന്നുമില്ല. നമ്മൾ മീറ്റ് അല്ലാതെ വേറെ ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ്. സൺ വാലി ഫാം സ്റ്റേയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ വ്യത്യസ്തമായതും പുതുമയാർന്നതുമായ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കേരള ഗൈഡ് വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതായിരിക്കും. കാണാം. നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.